ഹലോ, രാധേ രാധേ, സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി റെഡിയായി. ഇനിയിപ്പോൾ എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കാണ്ട്. പിന്നെ മോന് സ്കൂളൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ പറയുക, മോന് സൺഡേ ലീവാണ്. ഇവിടെ സൺഡേ മാത്രം കേട്ടോ സ്കൂളിൽ ലീവ്. ബാക്കി സാറ്റർഡേ വരെ സ്കൂളുണ്ടാവും കേട്ടോ. അപ്പോൾ മോനിപ്പോൾ PGയിലാണ് ചേർത്തിയത്, പ്ലേ ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ LKGക്ക് മുന്നേ പ്ലേ ഗ്രൂപ്പൊക്കെയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ പ്ലേ ഗ്രൂപ്പിലാണ് കേട്ടോ. അപ്പോൾ എന്താ, ഓനാണെങ്കിൽ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് പോവും, പിന്നെ 12 മണിക്ക് ഉച്ചയ്ക്ക് വരും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ടൈമിങ്. ചൂട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ ടൈമിങ് ആക്കിയത്. പണിയൊന്നും ഇല്ല കേട്ടോ, ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ളൂ. പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പണിയൊക്കെ ഉണ്ടാവും കേട്ടോ, അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ. കാരണം ഞാൻ രാത്രിയൊക്കെ ചെയ്ത് ഉറങ്ങണോണ്ട് രാവിലെ ഒന്നും പണിയൊന്നും ഉണ്ടാവില്ല. അപ്പുറത്തെ സിസ്റ്റം ഒന്നും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എന്താ പറയുക, രാവിലെ എണീറ്റ് പെട്ടെന്ന് അടിച്ചു വാരി തുടയ്ക്കുക, അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യലുള്ളൂ. ഒന്നിച്ച് ചെയ്യും, വീണ്ടും വീണ്ടും ചെയ്യൂല. പിന്നെ അതുമല്ല, ഇവിടെ എന്താ മുറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ചു വാരാനും ആവശ്യമില്ല. ഒരു പ്രാവശ്യം അടിച്ചു വാരിയാൽ മതി. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ, കാരണം മോനെ മാറ്റി കൊടുക്കണം. ഇപ്പോൾ സമയം 7 മണിയായി. കുറച്ച് കഴിഞ്ഞാൽ എണീപ്പിക്കും. അടുപ്പിലായിട്ട് ഉണ്ടാക്കുക. ഗ്യാസിൻ്റെ കുറച്ചൊക്കെ ബഡ്ജറ്റ് ചെയ്യണ്ടാവും, കാരണം ഇവിടെ സിലിണ്ടറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇടയ്ക്ക് അടുപ്പിലുണ്ടാക്കും. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്യാസിലുണ്ടാക്കും. കുറച്ച് ചിരട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് വെച്ച്, സംഭവം കത്തിക്കാനൊക്കെ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാണിച്ചിട്ട് വെച്ചത് കേട്ടോ. എൻ്റെ ഗാർഡനിങ് ഒക്കെ അതാ ഏകദേശം ആയിട്ടോ. ഇതിലൊക്കെ മല്ലിച്ചപ്പൊക്കെയാണ് കേട്ടോ. ഇതിൽ ഫ്ലവറാണേ. പിന്നെ ഇതിൽ മല്ലിച്ചപ്പ്, ഇതിൽ മല്ലിച്ചപ്പ്, പിന്നെ ഇതിൽ ചീര, ഇതിലും ചീര കേട്ടോ. പിന്നെ ഇത് അമര, ഇത് ഉണങ്ങിപ്പോയി എന്നാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഇതാ കുറച്ച് സീഡ്സൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൽ ഇലയാണ് കേട്ടോ, ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് നിറച്ചും ഇലയാണ്. പിന്നെ ഇതിലും ഇലയാണ് കേട്ടോ. പിന്നെ ഇതിൽ കോമ്പോസ്റ്റാണേ, ഇതാ കോമ്പോസ്റ്റ്, വെർമി കോമ്പോസ്റ്റ്. പിന്നെ ഇതിലാണ് കേട്ടോ ചിരട്ട, ഒരു ചാക്ക് നിറച്ചുണ്ട്. എന്താ, ഒരു ബക്കറ്റ് എടുത്തിട്ടോ, ഇത് മതിയായിരിക്കും. മോനെ ഞാൻ അകത്തുനിന്ന് പിടിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇതാ ഇവിടെ വന്നിട്ട് ഉറങ്ങി. നല്ല ഉറക്കത്തിലാണ്. ഈ ഫോൺ ഗിരിച്ചേക്ക ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ദേഷ്യത്തിൽ എന്നോട് പറയണേ, എന്നോട് മിണ്ടണ്ടാന്ന്. ഹസ്ബൻഡ് എണീറ്റ് കേട്ടോ, കുളിച്ച് മാറ്റി എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കാണേ.
ഇതിൽ പരിപ്പാണ് കേട്ടോ. പരിപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് പരിപ്പാണ് ഉണ്ടാക്കുന്നത്. ഡയറി അങ്ങനെ ചായ റെഡി ആയിട്ടോ. ചായ കൂടുതലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണട്ടോ. ഇത് പാലക്കാണ് കേട്ടോ. ഇന്ന് പാലക്ക് ഉപ്പേരി, പരിപ്പ്, ചോറ്, ചപ്പാത്തി ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. जल्दी चल किसी दो चल किसी दो ഇപ്പോൾ പച്ചക്കറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വരും കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ചേ. कड़ू वाली मिर्ची है ये दे दो, 20 रुपए की दे दो। इतनी सी मिल जाएगी ना? हाँ मिल जाएगी, मिलेगी। भिंडी आधा किलो, कुंदरू है, घुइयां है। कुंदरू है? हाँ कुंदरू दे देना। पाव आधा किलो, पाव दे देना। हो गया। भिंडी हो गई, मिर्चा हो गई। कितने का हो गई? 20, 10, 30, 20, 50 और 10, 60 रुपये हो गए आपके। 60 रुपये കേട്ടോ ഇത്ര പച്ചക്കറിക്ക്. भैया देना भैया, कल ही बनाया है भैया। പച്ചക്കറി വാങ്ങിട്ടോ 60 റുപ്യക്കാണ് കേട്ടോ ആയത്. ഇപ്പോൾ സീസൺ ഇല്ലാത്തതുകൊണ്ട് നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ വലിയ ചേച്ചീൻ്റെ ഹസ്ബൻഡാണേ. ചിക്കായി പാലക്ക് മുറിച്ച് കഴിയാനായിട്ടോ. ഇതാ ഇത്ര മുറിച്ചേ. ഗോതമ്പ് തീർന്നിട്ടോ. ഇതാ മാറ്റി.
गोदम्ब क्या बोलते हैं कोटला മോൻക്ക് 10 മണിക്കാട്ടോ ഇൻ്റർവെല്ല് 10 മണിക്ക് തന്നെ ഒരു ചായ ഒക്കെ കുടിക്കാനുള്ള സമയം കേട്ടോ അപ്പോൾ മോൻക്ക് വേണ്ടിയിട്ട് ചീസ് റൊട്ടി ഉണ്ടാക്കാൻ പോവാട്ടോ നെയ്യ് തീരാനായിട്ടോ നെയ്യാണേ ഇതാണ് കേട്ടോ ചീസ് റൊട്ടി മോള് ഉണർന്നു കേട്ടോ ഗുഡ് മോർണിംഗ് കൊടുക്കേ നല്ല ചൂടാണ് കേട്ടോ കറണ്ട് പോയി ഇൻവേർട്ടറൊക്കെ ഓഫായിട്ടോ दे नहीं रहे हैं इनमें नहीं दे रहे हाँ ഇങ്ങനെ മോൻ്റെ ടിഫിൻ പാക്കായിട്ടോ മോന് ഇത് മാത്രം കഴിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ये क्या है तो कार्ड ഷാദി കാർഡ് ഇത് കല്യാണ കത്താണ് കേട്ടോ ഇപ്പോൾ വലിയ ചേച്ചീൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നല്ലോ സംഭവം അച്ഛൻ്റെ സഹോദരിയുടെ മരുമോനെ അപ്പോൾ അങ്ങനെ ഒരു കാർഡ് തന്നതാണേ അപ്പോൾ പേഴ്സണലായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു കത്ത് കിട്ടിയത് കേട്ടോ കല്യാണ കത്ത് അല്ലെങ്കിൽ ഇതുവരെയായിട്ടും ഇങ്ങനെ പേഴ്സണലായിട്ട് ആരും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ കത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കവറാണേ പിന്നെ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ പേജാണേ ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ കത്ത് ഇനി പരിപ്പ് വരവിടാൻ പോവാട്ടോ ജീരകം കേട്ടോ പിന്നെ സാമ്പാർ കായ്പൊടി ഇതിൽ ചോറാണ് കേട്ടോ പരിപ്പ് ഉപ്പേരി ചോറ് ചോറ് പെട്ടെന്നാവും ഇനി ചപ്പാത്തി മാത്രം ഉണ്ടാക്കാനുള്ളൂ
ले ले। हाँ टोली क्या खा रही हो? ओ लव यू दिखा दो कैसे बनाती है टोली लव यू। देख कैसे। ओहो और तो सब्सक्राइब बोल दो। लाइक शेयर थैंक यू। दादी की समोसे है। बोल जोनी जोनी। यस पापा। Eating sugar. No papa. Telling you lie. വീഡിയോ ബന്ധ तो गई അങ്ങനെ ഉച്ചയായിട്ടോ ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വന്ന് മോൻ വന്നിട്ടോ സ്കൂളിൽ നിന്ന് മോന് ഇതാട്ടോ കാർഡിൽ ഓനെ എന്തൊക്കെയോ എഴുതുന്നുണ്ട് കേട്ടോ ക്യാ ലിഖറേനോ ദാ കാണിച്ചറ കാർഡിൽ എന്താ എഴുതിയത് ABC PMP പിന്നെന്തൊക്കെ 789 കാർഡിൽ എന്തൊക്കെ വലിയ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ये क्या है इसमें लिखा है तुमने? नो का शादी का कार्ड है നോന്റെ കല്യാണ കത്താണെന്ന് പറയാട്ടോ ഇതില് ചോറാണേ ചോറ് ചാവ് ഇതില് പരിപ്പാണ് കേട്ടോ रखी है ഫുഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ചോറ് പരിപ്പ് പിന്നെ ഇതില് പാലക്ക് പിന്നെ ഇതില് എന്താ ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഓർമ്മയില്ല കേട്ടോ ആദ്യമൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ മറന്നുപോയി ഹിന്ദിയില് അറബി എന്നാട്ടോ പറയാ അറബി അപ്പോൾ അറബി ഇത് ഇന്നലത്തെ കറിയാണ് കേട്ടോ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതേനെ ഇത് പാലക്കാണ് കേട്ടോ അയ്യോ ഇത് അച്ചാറാണ് കേട്ടോ മാങ്ങ അച്ചാറ് ഹസ്ബൻഡ് ചോറ് കഴിക്കട്ടോ ഫസ്റ്റ് ചപ്പാത്തി കഴിക്കും അപ്പോൾ കഴിക്കാൻ പോവാണ് നിങ്ങളെല്ലാവരും വന്നോളൂ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഫാനൊന്നും ഇല്ല കേട്ടോ നല്ല ചൂടാണേ കറണ്ട് വന്നിട്ടില്ല ഇപ്പോൾ വൈകുന്നേരമായിട്ടോ സമയം 4 മണിയായി ഞാനും പിന്നെ മോളും മോനും ഹസ്ബൻഡ് എല്ലാവരും കൂടി കൃഷി സ്ഥലത്തിലേക്ക് പോകാൻ നിൽക്കട്ടോ സംഭവം ഗോതമ്പിനെ കൃഷി ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിനി മുറിക്കാൻ പോവാണ് വെട്ടാൻ പോവാണ് അപ്പോൾ അത് കാണാൻ പോവാട്ടോ എങ്ങനെയാണ് ഇവിടെ അതിൻ്റെ ഒക്കെ പണി നടക്കുക ഗോതമ്പ് വെട്ടുന്ന പണി അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാട്ടോ അപ്പോൾ ഇപ്പോൾ മാറ്റി ഇനി പോകാൻ മാത്രമേ ഉള്ളൂ വണ്ടി കൊണ്ടുപോയിരിക്കുക സംഭവം റിലേറ്റീവ് അപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്നാലേ പോകാൻ കഴിയുള്ളൂ അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി എന്താ കൃഷി സ്ഥലത്ത് നിന്ന് കാണാം കേട്ടോ ഇത് ബച്ചട देखो ബച്ചട ഇങ്ങനെ ഞങ്ങളിവിടെ എത്തിട്ടോ ഇതൊക്കെ വെട്ടി കഴിഞ്ഞിട്ടോ
नो उस पे चले जाओ. ഇവിടെ ഞങ്ങൾ എത്തി കേട്ടോ കൃഷി സ്ഥലത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ കാണിച്ചറ എങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റേജ് കേട്ടോ, സംഭവം ഗോതമ്പിൻ്റെ ലാസ്റ്റ് കൃഷി എങ്ങനെയാണ് കാണിച്ചറ കേട്ടോ. ഇപ്പോൾ വെട്ടണത് കാണിച്ചറ കേട്ടോ നിങ്ങൾക്ക്. കേട്ടോ ഇങ്ങനെ വെട്ടിയിട്ട് അട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഇതിലെല്ലാത്തിലും ഗോതമ്പുണ്ട് കേട്ടോ. എന്താ ഇതിലൊക്കെ ഗോതമ്പുണ്ട്. ഇതിപ്പോൾ വെട്ടി അട്ടിക്കാക്കി വെച്ചിട്ടുള്ളൂ, വെട്ടി കെട്ടാക്കി വെച്ചിരിക്കുക. കുറേ ഉണ്ട് കേട്ടോ ഗോതമ്പ് കൃഷി. हाँ 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 ഇതാട്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. സംഭവം നല്ല ഹാർഡ് വർക്കാണ്. കാണാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം എത്ര ഹാർഡ് വർക്കാണെന്ന്. ഇതാട്ടോ പശു, പോത്ത് ഇതവിടെ വെട്ടുന്നുണ്ട്. अरे ब्लॉग बन रहा है. ब्याह कराओ नहीं होई का. हमारे चैनल में आता है. आवाज ഇങ്ങനെ എന്താ പറയുക, ഇവിടെ ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ടോ, വെട്ടി നോക്കി. നല്ല ഹാർഡ് വർക്കാണ് സംഭവം, എന്താ പറയുക. പിന്നെ നല്ല വെയിലും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനി ഈ കെട്ടൊക്കെ ഈ ഗോതമ്പ് ഇനി ലാസ്റ്റ് എന്താ ചെയ്യുന്നത് അത് കാണിച്ചു തരാം കേട്ടോ. ഇത് ത്രേസറാണ് കേട്ടോ. സംഭവം ട്രാക്ടറിൽ ഗോതമ്പ് നിറയ്ക്കും കേട്ടോ. ഈ ഇത് കെട്ട്, ഗോതമ്പിൻ്റെ കെട്ട് നിറയ്ക്കി വന്നിട്ട് അതിന്ന് പിന്നെ ഇത് കൂടെ ഗോതമ്പ് മാത്രമായിട്ട് ഇറങ്ങും, ഗോതമ്പ് മാത്രമായിട്ട് വരും കേട്ടോ. കാണിച്ചത് നിങ്ങൾക്ക്.
അങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ ഗോതമ്പ് സംഭവം മെഷീനിൽ വെച്ചിട്ടാട്ടോ ഗോതമ്പ് എടുക്കണേ. ഇനി എന്താ പറയുക വീട്ടിൽ കൊണ്ടുപോകും ട്രാക്ടറിൽ വെച്ചിട്ട്. ഇത്ര ഉള്ളൂ. പിന്നെ ഒരു എന്താ പറയുക ബാക്കി പണി അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ഇനി കാണിക്കാനുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പണി കാണിച്ചു തരുന്നു കേട്ടോ. ഗോതമ്പ് സംഭവം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക കേട്ടോ. ഭയങ്കര ഹാർഡ് വർക്കാണേ. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് കാണാം കേട്ടോ. ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. കാരണം മക്കളുള്ളതുകൊണ്ട് കൂടുതൽ നേരം നിൽക്കാനും കഴിയൂല. അല്ലെങ്കിൽ നല്ല രസമാട്ടോ ഇങ്ങനെ ഈ കൃഷി സ്ഥലത്തൊക്കെ വന്ന് നിൽക്കാൻ. അപ്പം ഇനി വീട്ടിൽ നിന്ന് കാണാം കേട്ടോ. ഒരു 7:30 ആയിട്ടോ സമയം, രാത്രി ആയിട്ടോ. ഹസ്ബൻഡ് വന്ന് എന്നിട്ട് ഐസ്ക്രീം കൊണ്ടുവന്നു കേട്ടോ. 3 ഐസ്ക്രീം കൊണ്ടുവന്ന് 3 വേണ്ടിയിട്ട് മക്കൾ കഴിക്കാനേ. ഇവിടെ ചൂട് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി 12 മണിക്ക് ഐസ്ക്രീം കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല. Cheers, Tolly. Oh, cheers. നല്ല ഐസ്ക്രീം ആട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. बोलो സൂപ്പർ. नीचे पक्का देखना. ये आज ही का है टिफिन. ഇന്ന് ഉച്ചയ്ക്ക് പാർസൽ വന്നിരുന്നു കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഗ്രോ ബാഗ്സ് വാങ്ങിയിരുന്നേ. അപ്പോൾ അത് ഇന്ന് ഉച്ചയ്ക്കാണ് വന്നിട്ടോ. പിന്നെ എനിക്ക് ഈ വീഡിയോസൊന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കണേ ഗ്രോ ബാഗിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ച ഗ്രോ ബാഗ് കേട്ടോ. ഇതാണ് കേട്ടോ ഗ്രോ ബാഗ്. ഇത് ടോട്ടല് 10 പീസാണേ. 10 പീസിൻ്റെ ഗ്രോ ബാഗാണ് കേട്ടോ. ഇത് എത്ര 300 രൂപയാണ്. റൗണ്ട് 300 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. ഇതാട്ടോ ഇങ്ങനെ കേട്ടോ. പെർഫെക്റ്റ് സൈസാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഏകദേശം വലിയ സാധനമൊക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഗ്രോ ബാഗ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് കുറച്ച് പണി ചെയ്യാം കേട്ടോ ഗ്രോ ബാഗിന് വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഗ്രോ ബാഗ്സ്. ഈ സൈസാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. മണ്ണ് കുറച്ച് വലിയ വലിയ കല്ല് പോലെ കേട്ടോ. അത് റെഡി ആക്കാം കേട്ടോ. ഇതിലും വലുതാണ് കേട്ടോ മറ്റേ ഗ്രോ ബാഗ്. ഇപ്പോൾ വന്ന ഗ്രോ ബാഗ്. ഇതിൽ ഞാൻ കോർണാട്ടോ നട്ടത്. കോർൺ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഈ ചെടിയിൽ വെള്ളം നനച്ചിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടോ. കൂടുതൽ രാത്രി സമയമാണ് ചെടിയിൽ വെള്ളം നനച്ചിട്ടുണ്ടാകുന്നത്. ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ. ഇതൊക്കെ ഓരാണ് ചെയ്തത്. ഞാൻ കുറച്ചൊക്കെ സഹായിച്ചിട്ടുള്ളൂ. थोड़ी सी स्पीड करो पानी. അങ്ങനെ
ഫുഡ് കഴിക്കാണ് ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ. പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടോ ഇനി കുറച്ച് പാത്രമുണ്ട്. ഇതൊക്കെ രാവിലെ കേട്ടോ കഴിക്കുക. ഡയപ്പർ ഇട്ടിട്ടാട്ടോ ഉറക്ക, കാരണം രാത്രി കുറേ ശല്യം ചെയ്യില്ലെങ്കിൽ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്.